നമ്മളുടെ ഈ ഒരു ചാനലിൽ കുറേ അതിലൊരു വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു വീട് വെച്ച സമയത്ത് ഏകദേശം 2 വർഷം ആവാനായി അന്നൊരു ഹോം ടൂർ ആയിട്ടാണ് ഒരു വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വ്ളോഗേ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ വ്ളോഗിങ് ചാനൽ പിന്നെ ഇടാറുണ്ട്, പക്ഷേ ഇതിൽ ഇടാറില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മൾ അന്ന് കുറേ പ്ലാന്റ്സും അതേപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ് നമ്മളുടെ വീടും ഗാർഡനൊക്കെ ഉള്ള അവസ്ഥ എന്നുള്ളൊരു വീഡിയോ ചെയ്യാനാണ് അങ്ങനത്തെ ഒരു പ്ലാൻ കേട്ടോ. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ രാവിലെ ഞാൻ മുറ്റം അടിച്ചു വരാൻ ഉള്ള പരിപാടിയിലാണ്. കുറേ ഉണ്ടാവട്ടെ, എന്തെങ്കിലും കാടുണ്ടാവും. ഇപ്പോൾ 2 ദിവസമായിട്ട് വീണ്ടും മഴ ശക്തമായതുകൊണ്ട് തന്നെ വൈകുന്നേരം അല്ലേ മഴ പെയ്യുക, പിന്നെ വൈകുന്നേരം മുറ്റടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ ഒരുപാട് കാടുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിക്കളഞ്ഞു. പിന്നെ ഇതെന്താണെന്ന് അറിയോ, നിങ്ങൾ കണ്ടില്ല, ഈ ചാനൽ ഞാൻ കാണിച്ചിട്ടില്ല. ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ വാട്ടർ ടാങ്ക് കീറിയിട്ട് അത് നമ്മൾ ഒരു മണ്ണിൽ അതേ അളവിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് അതിൽ മണ്ണും അതേപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആമ്പലിൻ്റെ തൈ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും വെച്ച് കൊടുത്തിട്ട് മേലെ വരെ വെള്ളം ഫില്ലാക്കി. പിന്നെ ചുറ്റും കുറേ ചെടികളൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ആമ്പലൊക്കെ സ്പ്രെഡായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പൂ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 പൂവെങ്കിലും വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെയും കുറച്ച് ആമ്പലും കൂടെ 1-2 തൈയോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു കളറല്ല കേട്ടോ, നമ്മുടെ ആ ഒരു വയലറ്റ് കളറിൽ വലിയ ഇത് റോസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നെല്ലാർച്ചാല പോയ സമയത്ത് അവിടെ നിന്ന് ഒരു 2 തൈ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആയി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ വേറെ തൈയാണോന്നൊന്നും അറിയില്ല, ഇതെന്ന് തന്നെ ഇപ്പോൾ ഓൾറെഡി നട്ടേ തന്നെ ഉണ്ടായ തൈയാണോന്ന് അറിയില്ല. എന്തായാലും 2 തൈ അതിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി പൂ വിരിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു കാപ്പി കുടിക്കുന്നത് രസമുള്ള കാര്യമാണ്. തണുപ്പൊക്കെ ഉള്ള സമയത്ത് കാപ്പി എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഇന്ന് രാവിലെ നിച്ചൂടൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. അല്ലെങ്കിൽ അവൻ ഏകദേശം എന്തായാലും ഒരു 8:30-8:45 അവൻ നോർമലി എണീക്കുന്നത്. പക്ഷേ ഇന്ന് 6:30 എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരത്തെ കിടന്നുറങ്ങും കേട്ടോ. ഒരു 6:30 എണീച്ച് അവനൊരു 9:30 ആകുമ്പോഴത്തേക്കും പിന്നെ ഉറക്കം വരുവേ. ഇനി ഞാൻ നമ്മളുടെയൊക്കെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മെഷീൻ കാണിച്ചു തരാം, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ. അപ്പം ഇതൊരു ഗ്ലൂക്കോമീറ്ററാണ്. അഗാര എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിത് വരുന്നത് ഒരു ക്യാരിയിങ് കേസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും എളുപ്പത്തിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ 50 പീസ് സ്ട്രിപ്സും അതേപോലെ തന്നെ 50 പീസ് ലാൻസെറ്റ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലതൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എണ്ണം കുറവായിരിക്കും. അപ്പോൾ തീരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ഒരു ലാൻസെറ്റ്സും സ്ട്രിപ്സും വേറെ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ 50 എണ്ണമാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു സ്ട്രിപ്സ് വരുന്നത്. ഇനിയിപ്പോൾ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും മാത്രമായിട്ട് മേടിക്കാനുള്ള ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ 50 സ്ട്രിപ്സ്. ഇതിൽ നമ്മൾ ബ്ലഡ് ഈ ഒരു ടിപ്പിലായിട്ടാണ് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടത് കേട്ടോ. ഇതാണ് നീഡിൽ, ഇതിനാണ് നമ്മൾ ലാൻസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം 50 എണ്ണത്തിൽ ഈക്വൽ 50 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ലാൻസിങ് ഡിവൈസ്. ഇതാണ് നമ്മൾ ബ്ലഡ് പ്രിക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ഡിവൈസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആ ഒരു നീഡിൽ ഇറക്കേണ്ടത്. നമുക്കിതിൻ്റെ എത്രത്തോളം നീഡിൽ പ്രിക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ടുള്ള ലെവൽസും കൂടെ വരുന്നുണ്ട്. 1 മുതൽ 5 വരെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് 1.5 to 2.5 അങ്ങനെ 9 ലെവൽസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോക്കിംഗ് കൺട്രോൾ ഉണ്ട് ബാക്കിൽ, അത് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ബട്ടൺ മേലേക്ക് നിൽക്കും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ പ്രിക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ടുള്ള യൂസർ മാനുവലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടിയും കൂടെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം മേടിക്കുമ്പോൾ ബാറ്ററി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ബാറ്ററി ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മെഷീൻ വർക്ക് ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ എസും അതേപോലെ തന്നെ എം ബട്ടണും വരുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും മോഡ് സെലക്ട് ചെയ്യാനായിട്ട്, അതായത് ഇയർ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇയർ, ഡേറ്റ്, ടൈമൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് ചേഞ്ച് ചെയ്യാനായിട്ട് എസ് കൊടുക്കുക, ഏതാ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് എം കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ഒരു മോഡ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രാമത്തെ ദിവസമാണ്, ഏതാ ഡേറ്റ് എന്നാണ് സെലക്ട് ചെയ്യുന്നത്, 12, 13, 14 അങ്ങനെ 14 ആ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ വീണ്ടും എമ്മിൽ ഞെക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ടൈം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് എസ്സിൽ ഞെക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക. ദെൻ എമ്മിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എമ്മിൽ ലോങ് പ്രസ് ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ ആ ഒരു നീഡിൽ ലാൻസെറ്റ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ടോപ്പിലുള്ള പ്ലാസ്റ്റിക് ഇല്ലേ, അത് റിമൂവ് ചെയ്ത് കളയാണ് വേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് കണ്ടോ, അത് ആ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ പുറത്തേക്ക് വെക്കണം കേട്ടോ. ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു മെഷീനിലുള്ള കോഡും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു
സ്ട്രിപ്പിൽ ബോക്സുള്ള കോഡും സെയിം ആണെന്ന് എപ്പോഴും എൻഷുർ ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് എത്രത്തോളം സൂചി ഉള്ളിലേക്ക് കുത്തണമെന്നായിട്ടുള്ള ലെവൽ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ 5 ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് കുത്ത് കിട്ടും. അപ്പം ഇതിന് മിഷൻ റെഡി ഫോർ വർക്കിംഗ് ആണ്. അതിന് മുന്നേയായിട്ട് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് മുൻപാണോ ഭക്ഷണത്തിന് ശേഷമാണെന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതും കൂടെ കറക്റ്റ് ആക്കിയതിന് ശേഷം കൈ തുടച്ച് വൃത്തിയാക്കുക. നമ്മൾ സൂചി കുത്തുക. ദെൻ ഈ ഒരു ഇതിലേക്കായിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. വിത്തിൻ 5 സെക്കൻഡ്സ് നമുക്ക് ആ ഒരു റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും എത്ര ഷുഗർ എന്നുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് വലിച്ചിട്ട് ഓഫ് ആക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൽ 180 മെമ്മറി ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. പാസ്റ്റിലെ ആ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ, പിന്നെ ഹൈപ്പോയാണോ കീറ്റോയാണോ ഷുഗർ ലെവലിൽ കൂടെ കാണുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലാണെങ്കിൽ ഡോക്ടർ കാണാം. ദെൻ ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നീഡിലും കൂടെ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മിഷൻ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്താ നോക്കി ഇതാര് ചേച്ചിയുടെ മുഖത്ത് ബാബു? അയ്യോ എന്താ ചോരയോ? അമ്മച്ചിയുടെ മുമ്പിലോ നമ്മൾ കൊണ്ടുപോയിട്ടാ നമ്മ കൊണ്ടുപോകും. കൊണ്ടുപോണെങ്കിൽ അമ്മത്തോളം അമ്മച്ചിയുടെ മോളിലോ ഞാൻ കൊണ്ടുപോകും. നമ്മ ചോദിച്ചട്ടെ ഇത് ആരാടെ കാട്ടിയ അക്കുത്തി കഴിച്ച അക്കുത്തി കുത്താന വരെ നമുക്ക് കയ്യെ കുത്ത് കയ്യും കുത്ത് ചാടാൻ നോക്കാനേ. എവിടേക്കാ പോണ്ട്? അത് തല്ല അത് തല്ലട്ടെ. പത്രം കീറിയല്ലേ അമ്പിയ പത്രം തല്ലട്ടെ. പിന്നെ ഇതാ വെണ്ണപ്പഴം, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചക്ക കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വെണ്ണപ്പഴം ഇഷ്ടംപോലെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ മാങ്ങ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഇതൊരുപാട് ഉണ്ടാവും കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ളത്. വെണ്ണപ്പഴം കഴിഞ്ഞ ഈ ഒരു സീസണായപ്പം ഒരു 2 മരത്തിലാണ് ഉണ്ടായത് കേട്ടോ. പക്ഷെ ഇത്തവണ നമ്മൾ പറമ്പിൽ എനിക്ക് തോന്നുന്നു 10-15 തൈകളെങ്കിലും ഉണ്ടാകും. അതിൽ ഏകദേശം എല്ലാത്തിലും തന്നെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിലും ഓരോ സൈസാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഇങ്ങനെ നീണ്ടു വന്നിട്ട് വരുന്ന ഒരു മോഡലാണ്. ചിലത് ഇങ്ങനെ ഉണ്ടയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു മരത്തിൽ ഒരുപാട് ഇതല്ല കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു മരം ഉണ്ടായിരുന്നേ. അതിലാണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടായ സമയത്ത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതിലാണ് ഏറ്റവും കുറവ്. അതെന്താണെന്നറിയില്ല. ആ ഒരു മരത്തിലെ കായ കൂടുതലും ഫുള്ളങ്ങോട്ട് കൊഴിഞ്ഞു പോയിട്ടോ. ഇപ്പം കാണിച്ചില്ല ഞാൻ കുറച്ചൊരു നീണ്ട മോഡൽ. അതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഈ വർഷമാണ് അത് ആദ്യമായിട്ട് കായ്ക്കുന്നത്. കൂടുതൽ മരങ്ങളും ഈ വർഷമാണ് കായ്ച്ചിട്ടില്ല കേട്ടോ. ചില സമയത്ത് ഇതിന് ഭയങ്കര വിലയാണ്, ചില സമയത്ത് തീരെ വില ഉണ്ടാവാറുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ എല്ലായിടത്തും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടമൊക്കെയാണ് ആ ഫ്രൂട്ട്, ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷേ ഒരു 3-4 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു നമുക്ക് മത്തടിക്കാന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. വെറുതെ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ പറയും. പ്രത്യേകിച്ച് ഗർഭിണിയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ ഡിമാൻഡാണ് എല്ലാവർക്കും. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിലും ഫോട്ടോ ഒക്കെ ഇടുന്ന സമയത്ത് ചോദിക്കും, ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഇവിടെ ഇത് ഇഷ്ടം പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലെ നിച്ചൂട്ടനും അമ്മയും കൂടെ കിളിക്ക് ഇത് കൊടുക്കുകയാണ്. തുളസീൻ്റെ ഈ കതിരുണ്ടല്ലോ, നമ്മളെ ഈ ലവ് ബേർഡ്സിന് തുളസീൻ്റെ കതിര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓടി വരും കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ ഓൾറെഡി കുറച്ച് പറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിച്ച് കൊടുക്കണത് വന്നിട്ട് അത് കഴിക്കണില്ല. അപ്പോൾ അവന് അതിൻ്റെ സങ്കടം ദേഷ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മാത്രം ഒറ്റ കതിരുകൊണ്ട് പോയി കൊടുക്കുകയാണെങ്കിൽ വേഗം വന്ന് അവർ കുത്തി കഴിക്കും. അപ്പോൾ അത് അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ കൊടുത്തതും കൊണ്ട് അവൻ കൊണ്ടുപോകണം. ഒറ്റക്കതിരിന് കിളികൾക്ക് ഡിമാൻഡില്ല. അപ്പോൾ വീണ്ടും പറിച്ചിങ്ങനെ കൊണ്ട് കൊടുക്കാണ് കേട്ടോ. നമ്മൾ ലവ് ബേർഡ്സ് ഇത് ആ ഒരു വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 എണ്ണം തോന്നും കേട്ടോ മേടിച്ച്. അതിൽ 6 എണ്ണം തന്നെയല്ലേ, 2-3 എണ്ണം ചത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം
അല്ല 8 മേടിച്ചത്. ബാക്കി എന്തായാലും 4 ഉണ്ടായിരുന്നുള്ളൂ, 2-3 ചത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ മുട്ട ഇട്ടിട്ടുണ്ടായതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10-14 ലവ് ബേർഡ്സ് ഉണ്ട്. ഈ ഒരു വെള്ളം ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ആ ഒരു ഗ്രീൻ കളറിൽ വരുന്നതും പിന്നെ ആ ഒരു ബ്ലൂ കളറിലില്ലേ അതാണ് കൂടുതലുള്ളത്. ഗ്രീൻ വരുന്നത് അമ്മക്കിളിയാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിന്നുണ്ടായ കുട്ടി വെള്ളയല്ല. പിന്നെ ഇതാ നമ്മുടെ ടോബോയിൻ്റെ ഈ ഒരു കൂടിൻ്റെ മേലെ ഇതൊക്കെ പണ്ട് വെച്ച ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. ഒരുപാട് പൂക്കളുണ്ട്. അങ്ങനെ വേനലായി കഴിഞ്ഞാൽ, വേനലിലും മഴ സമയത്ത്, അതായത് മഴക്കാലത്തല്ല വേനലിൽ ഇപ്രാവശ്യം ഏപ്രിൽ മാസം ഫുള്ള് നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും ഈ പൂ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണാം. ആ ഒരു മഴ പെയ്തതും കൊണ്ട് തന്നെ നമ്മുടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഭംഗിയാണ്. രാവിലെ തന്നെ ആണെങ്കിലും നല്ല കോടയും ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മൾബറിയിൽ ഇതാ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണെന്ന് അറിയില്ല, ഈ ഒരു മെയ് മാസത്തിൽ തീരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് 2 ദിവസമാണ് നല്ല മഴ പെയ്തത് കേട്ടോ. ആ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു മൾബറി ചെടിക്ക് ഭയങ്കര ഒരു വാട്ടം ഉണ്ടായിരുന്നു. അതാണ് ഇനി പുഴുക്കടാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പൂമ്പോഷം കണ്ടാവുമല്ലോ, അവിടെ ഒരു വാട്ടം. പിന്നെ നമ്മളെ ചെറുനാരങ്ങയൊക്കെ ഇതാ അങ്ങനെ അത്യാവശ്യം കായൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. ഇതിന് മുൻപ് ഇത് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ഉണ്ടല്ലോ, ആ ഒരു കുരുവില്ലാത്തത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വേറൊരു മരം കൂടെ ഞാൻ കാണിച്ചു തരാം. അതുണ്ടായിരുന്ന സീഡ്ലെസ് ലെമൺ ഭയങ്കര സൈസാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു നീര് കുറവ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സാധാ പോലെയുള്ള രണ്ട് ചെറുനാരങ്ങയുടെ തൈയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് ക്രീപ്പേഴ്സൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്മളെ മരമുല്ല, മരമുല്ലല്ല മണിമുല്ലയല്ലേ, ആ മണിമുല്ല ഇപ്പം കണ്ടത് പേരും മറന്നുപോയി. പിന്നെ ഒരു വയലറ്റ് പൂ വരുന്ന സംഭവങ്ങളൊക്കെ, പാഷൻ ഫ്ലോറ, അതൊക്കെ നട്ടിട്ടുണ്ട്. ഇതിലൊക്കെ പൂക്കളായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ അമ്മായി ഒരു കോവക്കേൻ്റെ ഒരു കമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ നട്ടതാണ് കേട്ടോ. അതിങ്ങനെ മണ്ണ് കൂടെ പടർന്നപ്പോൾ കായ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ താനെ ഇതിൻ്റെ എന്താ പറയുക, വാട്ടർ ടാങ്ക് വെക്കാണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ മേലേക്ക് സ്വന്തം പടർന്ന് കയറിയതാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം കായ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. ഞാൻ മാത്രമേ കൂട്ടുള്ളൂ, നിച്ചൂടനും ഞാൻ ചോറിൻ്റെ ഒപ്പം കൊടുക്കുമ്പോൾ അവനും കഴിക്കും കേട്ടോ. വേറെ ആർക്കും ഇത് വലിയ താല്പര്യമില്ല. നമ്മൾ കോവക്കയും കൊണ്ടൊക്കെ മസാല ടൈപ്പിലൊക്കെ ഉണ്ടാക്കും, അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒരു 3-4 പച്ചത്തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീപ്പറുള്ള ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ, നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ഈ കളറും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലവർ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴേ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിങ്ങനെയാണ് ആ ഒരു മേലേക്ക് പടർത്തി കൊടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു ഷീറ്റിൻ്റെ വശത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ എന്താണെന്നറിയില്ല, ഇല ചുങ്ങിപ്പോവുക. അതേപോലെ ഇപ്പോൾ ഒരു ഇടയ്ക്കായിട്ട് അതിൽ ഫുള്ള് പുളിയുറുമ്പായിരുന്നു. പുളിയുറുമ്പിൻ്റെ ശല്യം നല്ലോണം ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ആദ്യം ഒരു മരുന്ന് അടിച്ചു കൊടുത്തപ്പോൾ അത് പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ ഞാൻ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അതങ്ങനെ അടിച്ചു കൊടുത്ത സമയത്ത് പോയിട്ട് 2-3 പ്രാവശ്യം നല്ലോണം അടിച്ചു കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ബൊഗൻവില്ലയിലൊക്കെ പൂക്കളിങ്ങനെ മഴയായത് കൊണ്ട് കുറവാണ് കേട്ടോ. മഴ പെയ്താൽ അതൊക്കെ പൊഴിഞ്ഞു പോവേ. രാവിലെ നോക്കുമ്പോഴാണ് ഈ ഒരു 2 കിളികൾ, നമ്മുടെ ഇരട്ടത്തലച്ചി എന്ന് പറയുമല്ലോ, ഭയങ്കര അടിയാൻ തോന്നുന്നുണ്ട്. ഒരാൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മറ്റേ ആൾ ഓടിപ്പോകുന്നുണ്ട്. നിച്ച് പിന്നെ ഞാൻ പറഞ്ഞു അനുചേട്ടാ നല്ല എന്താ പറയുക മഞ്ഞുണ്ട്, ഉള്ളിൽ കയറിക്കാൻ പറഞ്ഞാൽ അവ ഇരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചച്ചപ്പം കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിക്ക് പറഞ്ഞപ്പോൾ പറ്റില്ല, അവന് പുറത്ത് വന്നേ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളിൽ കിടന്ന് കരയുമ്പോൾ ഞാൻ അടിച്ചു വരുമ്പോൾ കൂടെ പുറകെ വന്നതാണ് കേട്ടോ. എന്നിട്ട് അവൻ എല്ലാ പൂവിലും മഴ പെയ്തേം കൊണ്ടേ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം വെള്ളത്തെ കളിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിപ്പിച്ചു കൊടുത്ത ഏട്ടൻ തന്നെ കേട്ടോ. ഒരു മഴ വരുന്ന സമയത്ത് അവനെയും കൂട്ടിയിട്ട് കുടയും കൊണ്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തെ കളിക്കുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുകയായിരുന്നു. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ വാതിലടച്ചേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എവിടെയാണ് തുറന്നു വെച്ചാൽ എന്നിട്ട് പോയിട്ട് വെള്ളത്തിൽ കൂടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ. അതേപോലെ ചെടി നനയ്ക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ വേഗം ഓടി വരും. എന്നിട്ട് അവൻ തന്നെ നനയ്ക്കണം. എന്നുവെച്ചാൽ എല്ലായിടത്തേക്കും അവൻ നനച്ചെത്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നനച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് മേടിച്ച് കഴിഞ്ഞാൽ കരച്ചിലാണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ്. അപ്പം ആ ഒരു എന്താ മഴ പെയ്തേം കൂടെ തന്നെ ചുറ്റും ഒരു പച്ചപ്പുണ്ട്. ഇത്തവണത്തെ വേനൽ അങ്ങനെ വേനൽ കാര്യമായിട്ട് ആ ഒരു വേനൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഏപ്രിൽ മാസമൊക്കെ നമ്മുടെ വയനാട്ടിലേക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം നനയ്ക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ആകുമ്പോഴേ നമ്മുടെ ആ ഒരു പുല്ലിലൊക്കെ സ്ഥിരമായിട്ട് എന്നും നനയ്ക്കണമായിരുന്നു. ഭയങ്കര വേനൽ നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ കിണറ്റിലൊക്കെ വെള്ളം കുറയുമ്പോൾ അയ്യോ എന്താവുന്നൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മഴ ലാവിഷായിട്ട് തന്നെ ഉണ്ട് കണ്ടോ. അപ്പോഴാണ് രാവിലത്തെ ന്യൂസ് നോക്കിയത്, കാലവർഷം അന്തമാനിലെത്തി കേരളത്തിൽ 27ഓടെയാണ് മഴ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മളെ
ചോല വെട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് മരങ്ങൾ മുറിച്ചിട്ടു കേട്ടോ. വേണ്ടാത്ത മരങ്ങളുണ്ടായിരുന്നു, അത് മുറിച്ചിട്ടിട്ട് ഇനി വിറക് കീറാൻ നമുക്ക് ആളെ നോക്കണം. അപ്പം അതിൻ്റെ പണിയൊക്കെ ആയിട്ട് 2-3 പണിക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ വിറകട്ടി വെക്കുക മഴയത്ത് മുന്നേട്ടെ, അതൊരു മഴക്കാലം വരുന്നതിന് മുന്നുള്ളൊരു പണിയാണല്ലോ വിറകട്ടി വെക്കലും അങ്ങനത്തെ. അല്ലെങ്കിൽ പിന്നെ നനഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മാവിലൊക്കെ അത്യാവശ്യം നല്ല മാങ്ങയുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്ന നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കൊഴിഞ്ഞു പോയി, ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇത് സേലം മാങ്ങ അങ്ങനെ എന്തോണം കേട്ടോ. ഇപ്പോഴൊന്നും പഴുക്കില്ല, കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ്. തൊലി നല്ല കട്ടിയാണ്, അതിങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുത്തിട്ട് കളിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ പൊതുവെ മഴക്കാലത്ത് മാങ്ങ ഉണ്ടാകുമ്പം മധുരം കുറവായിരിക്കുന്നവരെ. പക്ഷേ ഈ ഒരു മാങ്ങ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മഴയത്താണെങ്കിലും നല്ല രുചിയുള്ള മാങ്ങയാണ്. നല്ല എന്താ പറയുക, കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലെന്ന് പറയില്ല, അങ്ങനെ രസമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് കാര്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പം നിച്ചോട്ടനവിടെ തേങ്ങ പാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മ എന്ത് ചെയ്തു, അവൻ തേങ്ങ ഇടുന്നതിൻ്റെ കഴിക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഉപ്പുമാവിലേക്ക് ഇട്ടത്. അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അയ്യോ അതൊന്ന് വേണമെന്നാണ് ഇപ്പോൾ അവൻ പറയണത്. അപ്പം അച്ഛൻ അതൊന്നും കുറച്ച് വാരി കൊടുക്കുകയാണ്. തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തേങ്ങേൻ്റെ വെള്ളമൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ചക്ക, മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് കുറച്ച് മടിയുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പുറത്തുള്ള കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലത്തേക്കുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം വ്ളോഗ് കാണുന്നതൊക്കെ മിക്കവാറും അറിയാം, പാചകമൊക്കെ അച്ഛനും അമ്മയും തന്നെയാണ് അടുക്കളയിലെ പരിപാടികൾ. ഞാൻ പുറത്തുള്ള അടിച്ചുവാരൽ, ക്ലീനിങ്, അങ്ങനത്തെ അലക്കൽ, അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പണികൾ കേട്ടോ. പിന്നെ ഇന്നത്തെ തുടപ്പ് നിച്ചോട്ടിനാണ്. എവിടെയെങ്കിലും ഒരു ചൂല് കണ്ടാൽ അതേപോലെ തന്നെ തുടപ്പ് കണ്ടാൽ അവനിതിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേ നടക്കണം. അതേപോലെ എല്ലാം അവൻ വലിച്ചു വാരിടുകയും ചെയ്യും കേട്ടോ. പക്ഷേ ക്ലീൻ ആക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അലക്കാൻ പോകുന്ന സമയത്തൊക്കെ അലക്കിയിട്ട് ആറിടുമല്ലോ, അവൻ ഓരോന്നോരോന്ന് കൊണ്ടൊക്കെ തരും. മേലെ പോയാലും അവൻ അപ്പോൾ ഈസിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടായി മതിയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറുനാരങ്ങ കേട്ടോ. അതാണ് നമ്മൾ സീഡ്ലെസ് ലെമൺ. ഒരു കായണ്ടായിട്ട് ചാറ് കുറവാന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് പറിച്ചത് കഴിഞ്ഞ വിഷു ആണോ ഓണാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ ഒരു ടൈമിലാണ്. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചെന്നായിരുന്നു നമ്മുടെ മാങ്ങ പുഴുങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് മാങ്ങ മിഞ്ഞാന്ന് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ പോയിട്ടത് കഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പയറുപ്പേരിയും അതേപോലെ തന്നെ സാമ്പാറൊക്കെയാണ്. പിന്നെ ഇതാ അവിടെ ഒരു കറമൂസമരം ഉണ്ടായിരുന്നു. ഇത് താനേ ഉണ്ടായതാണ്. ഇതിൽ ഇതുവരെ നമ്മൾ പറിച്ചിട്ടില്ല. താഴെ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലുണ്ടായിരുന്നൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെട്ടണ്ടേന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് അതിൻ്റെ മേലേക്ക് കുറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈപ്പ് കർമൂസാണോന്നും അറിയില്ല. എന്തായാലും അല്ലെങ്കിൽ ഉപ്പേരിക്കെങ്കിലും ഉണ്ടാക്കാമല്ലോ വെച്ചിട്ടാണ് ആ ഒരു മരത്തിനെ അവിടെ തന്നെ വെച്ചാണ് കേട്ടോ. പിന്നെ ഇതാ ചോല വെട്ടിയിട്ടും അവിടെ ചക്കയും ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പം കുറച്ച് നാട്ടുമാങ്ങയൊക്കെ പെറുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഇപ്പുറത്തേക്ക് വന്നതാണ്. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ചേച്ചിയുണ്ട്, ചാരുണ്ട്, അച്ചുണ്ട്. അവർ വെക്കേഷനായിട്ട് വന്നതാണ്. പിന്നെ കടൽമാടുന്ന് കസിൻ അവരുടെ മക്കൾ വന്നിട്ടുണ്ട്, കുഞ്ഞാറ്റയും ആമിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനും കുറച്ച് നാട്ടുമാങ്ങ അങ്ങനെ മധുരം വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പേരക്കമാങ്ങ ഉണ്ട്, പേരക്കമാങ്ങ നല്ല രുചിയാണ്. ഈ മാങ്ങയാണ് നമ്മളിങ്ങനെ പുഴുങ്ങി കഴിക്കില്ലേ. ഇതിലൊന്നുമില്ല, മാങ്ങ, കുറച്ച് വെള്ളം, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബെല്ലം ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ വറ്റിച്ചെടുക്കും. നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. കോമാങ്ങയൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ്. കോമാങ്ങയിൽ നമ്മൾ കോമാങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചൂടാക്കിയിട്ട് ഇതേപോലെ വറ്റിക്കും. അതൊരു വേറെ തന്നെ രുചിയാണ് കേട്ടോ. പണ്ട് അച്ഛമ്മ ഉണ്ടാക്കി തരുന്നൊരു വിഭവമാണ്. അത് കിട്ടുകയാണെങ്കിൽ ഞാനും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അതിലില്ല. തല്ലുന്ന ചാരുട്ടാ കൊതുകമ്പേ അതൊന്നുമില്ല. ചാരുവോ സുന്ദരി എവിടെ അതോ കൊതുക്, എത്ര കൊതുകാ കൊച്ചനെ. അയ്യോ കഷ്ടായി പോയി. ആരെല്ലാം അടിക്കും അമ്മനെ. അയ്യോ. പിന്നെ ഞാൻ നല്ല മഴ വരുന്നുണ്ട്, അപ്പം വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. കിളികൾക്കും കൂടെ 2 മാങ്ങ പെറുക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കുളത്തിൽ എന്ത് ചെയ്തു, വെള്ളം അത്യാവശ്യം മേലെ വരെ ഉണ്ടായിരുന്നതും കൊണ്ട് അത് കോരിക്കളയും. സാധാരണ മഴ പെയ്യുമ്പോൾ ഞാൻ കുറച്ച് മുന്നായിട്ട് അത് കോരിക്കളയും, അല്ലെങ്കിൽ വീണ്ടും നിറഞ്ഞിട്ട് അതിൽ കുറേ ഗപ്പികളുണ്ട്. ആ ഗപ്പി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒഴുകി പോകുമല്ലോ. ഇത്തവണ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതിൽ
ആ ഒരു വെള്ളം കോരി കളയണം കേട്ടോ. അപ്പോൾ നോക്കി നോക്കി കളയണം, കാരണം ഒന്ന് കോരുമ്പോഴേക്കും അതിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഒരു 4 കളറുള്ള മീനുകൾ, ഗപ്പികളും, പിന്നെ കുറച്ച് കടൽമാടന്ന് ഞാൻ ഇത് കൊണ്ടുവന്നില്ലേ, ആമ്പൽ കൊണ്ടുവന്നപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ മീനുകളെ. അത് നോർമൽ ഗപ്പികളാണ്, അതൊക്കെ പെരുകി ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ അതിനെ പോകാണ്ട് വേണം ഇതേപോലെ വെള്ളം മുക്കി കളയാനായിട്ട് കേട്ടോ. കണ്ടോ, കുറേ കുഞ്ഞി തൈകളൊക്കെ പുതുതായിട്ട് പൊട്ടി മുളച്ചിട്ടുണ്ടായതാണ്. ഈ ഒരു ആമ്പലൊക്കെ പെട്ടെന്ന് സ്പ്രെഡാവും. ഞാൻ അമ്മയ്ക്കൊരു തൈ കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതേപോലെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ലീക്കായിട്ട് പണി പാളി. അതിനൊന്ന് വേറെ നോക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടുമാവ് കേട്ടോ. പിന്നെ ഞാൻ വേറെ എന്തോ ഒന്ന് പറയാൻ വേണ്ടി വന്നു, എനിക്ക് മറന്നുപോയി. പിന്നെ ഇതൊക്കെ കുറച്ച് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്. എന്തായാലും കമൻ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.